ഇന്ത്യയിൽ തന്നെ മാജിക്കും ഹിപ്നോസിസും ഒരേപോലെ വേദിയിൽ അവതരിപ്പിക്കുന്ന പെർഫോമർ ഞാനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ആ അത്ഭുതം എന്ന പ്രതിഭാസം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിസിക്സിലെയും ശാസ്ത്രത്തിലെ എല്ലാ തത്വങ്ങളും തിയറികളും ഞങ്ങൾ മാജിക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇനി ഈവൻ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചുള്ള ന്യൂട്ടൺ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരു മാജിക് കാണിക്കുമ്പോൾ അദ്ദേഹം പോലും മറന്നുപോകും ഈ തിയറി എങ്ങനെ ഇവർ ഓവർകം ചെയ്തു എന്ന്. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, റിലീജിയൻ, സെക്സ്, ഏതൊരാൾക്കും ക്യൂരിയോസിറ്റിയാണ്. അടുത്ത് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക, എന്തുകൊണ്ട്. കുട്ടികൾ മുതിർന്നവരൊക്കെ വളരെ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവരാണ്. ഫോൺ അഡിക്ഷൻ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കാൻ ഉപബോധ മനസ്സിനെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് നിലമ്പൂരിലാണ്. മാജിക്, അത്ഭുതം, ജാലവിദ്യ നമുക്കൊരു ഭ്രമമാണ്. ഇവിടെ ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന പ്രമുഖ ജാലവിദ്യക്കാരൻ മജീഷ്യൻ ശ്രീമാൻ ആർ കെ മലയത്താണ് നമ്മുടെ കൂടെ. വലിയൊരു ശിഷ്യസമ്പത്തുണ്ട് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ട്. വലിയ ഉയരങ്ങളിലേക്ക് പോയവരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ആരൊക്കെയാണ്? ഏറ്റവും എൻ്റെ ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മുതുകാടാണ്. മുതുകാടാണ് എൻ്റെ ആദ്യത്തെ ശിഷ്യൻ. കാരണം അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് കവളമുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിലമ്പൂരിൻ്റെ അടുത്താണ്. 10-20 കിലോമീറ്ററേ ഉള്ളൂ. നിലമ്പൂർ തന്നെയാണ്. അപ്പോൾ അതെ. കാരണം അദ്ദേഹം ഇവിടുന്ന് പഠിച്ചതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് പോയി. അത് നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ്. കാരണം നിലമ്പൂർ പോലുള്ള സ്ഥലത്ത് നിൽക്കുന്നേക്കാൾ കൂടുതൽ എക്സ്പോഷർ കിട്ടും. പിന്നെ വളരാനുള്ളതായ എല്ലാ പൊട്ടൻഷ്യലും അയാളിലുണ്ട്. ഇൻഹറൻ്റ് ആണത്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകൾ ശരിക്കും പിന്നെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയി. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാജിക് രംഗം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തന്നെ പറയാം. അത്രമാത്രം പിന്നെ പഠിക്കുകയും ചെയ്യുകയും വളർത്തുകയും ചെയ്തു. വികസിപ്പിക്കാൻ സാധിച്ചു. കൊടുത്തു. അങ്ങനെ 3 കാലഘട്ടങ്ങളായി. വാഴകുന്നത്തിൻ്റെ ഒരു കാലഘട്ടം പഴയ മാജിക്കുകളായിരുന്നു. ട്രഡീഷണൽ സ്റ്റൈലിലുള്ള മാജിക്കായിരുന്നു. അദ്ദേഹം സ്റ്റേജിൽ ഒന്ന് കാണിക്കുന്ന പോലും പൈജാമയും കുർത്തി ഇട്ടിട്ടാണ്. അവിടെ നിന്നൊരു മാറ്റം വരുത്തി തലപ്പാവും കിന്നരിക്കിരീടവും ലൈറ്റും സൗണ്ടും ഷോ ഒക്കെ കൂടിയായി സഹായികളോട് കൂടി ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ശിഷ്യൻ അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിലേക്ക് ഡാൻസ്, അതുപോലെ തന്നെ മ്യൂസിക്, ലൈറ്റും സൗണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറേയും കൂടി ഇംപ്രവൈസ് ചെയ്തു. അങ്ങനെയുള്ളതാ സ്റ്റേജ് സ്റ്റേജായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ വേണ്ട എല്ലാ ഘടകങ്ങളും ചേർത്തു. അതെ തീർച്ചയായിട്ടും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആക്കി. ഞങ്ങൾ അത്ഭുതത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ മുതുകാട് അത്ഭുതത്തിന് മാത്രമല്ല മൊത്തം വിഷ്വൽ എഫക്റ്റിനും അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരിച്ചു. അതെ. തീർച്ചയായിട്ടും അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് വിദേശങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റണ്ടുകളുണ്ട്, ഓപ്പൺ സ്റ്റണ്ട്, അതുപോലുള്ള സ്റ്റണ്ടുകളൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യം ചെയ്തത് തന്നെ ഫയർ എസ്കേപ്പ് ആയിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചാൽ പിന്നെ ഈ വീഡിയോ അന്നത്തെ കാലത്ത് കാസറ്റാണല്ലോ. കാസറ്റ് കളക്ട് ചെയ്തതിന് ശേഷം അത് രാത്രി സമയത്തൊക്കെ ഇരുന്ന് കണ്ട് അത് തുടർച്ചയായി കണ്ട് അതിൻ്റെ രഹസ്യം മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കാനുള്ളതായ ആ ക്ഷമാശീലവും ആ സമർപ്പണവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. ഒരു ബോൺ മജീഷ്യൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അതെ. തീർച്ചയായിട്ടും ധാരാളം പേര് പഠിക്കുന്നു. ഇതൊരു സയൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. സയൻസ് ആണെന്ന് മനസ്സിലാക്കുന്നവർ പോലും ഇപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം എന്താ ചോദിച്ചാൽ ആ അത്ഭുതം എന്ന പ്രതിഭാസം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിസിക്സിലെയും ശാസ്ത്രത്തിലെ എല്ലാ തത്വങ്ങളും തിയറികളും ഞങ്ങൾ മാജിക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇനി ഈവൻ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചുള്ള ന്യൂട്ടൺ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഒരു മാജിക് കാണിക്കുമ്പോൾ അദ്ദേഹം പോലും മറന്നുപോകും ഈ തിയറി എങ്ങനെ ഇവർ ഓവർകം ചെയ്തു എന്നുള്ളത്. അങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത് ആ അവതരണത്തിൻ്റെ ഒരു രീതിയാണ് എന്നുള്ളതാണ് ചുരുക്കം. അത്ഭുതം നമ്മുടെ ബേസിക് വീക്ക്നെസ് ആണ്. അതെ. അതുകൊണ്ടല്ലേ നമുക്ക് ഈ ദൈവം എന്നൊരു പവർ ഉണ്ടാവുന്നത് സൂപ്പർ നാച്ചുറൽ ആവുന്നതുകൊണ്ടാണല്ലോ. സൂപ്പർ ആവുന്നത്. ഇല്ല, ഒരു ദൈവമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദൈവങ്ങളുടെ അവതാരങ്ങളും അത്ഭുതം കാണിക്കുന്നത്. അംഗീകരിക്കില്ല. നമ്മുടെ പുരാണങ്ങളിലുള്ളതായ ദൈവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തു, മുഹമ്മദ് നബിയും
പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ മറ്റുള്ള ദൈവങ്ങൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഏതൊരു റിലീജിയസ് കൺസെപ്റ്റ് ആയിക്കോട്ടെ, അത്ഭുതം കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. വശീകരിക്കാൻ, ആളെ കൂട്ടാൻ ഏറ്റവും നല്ലൊരു മീഡിയമാണ് മാജിക്ക്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മാജിക്കിനെ ബോധവൽക്കരണ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് അന്ന് 1982-ലാണത്. 82-ൽ പഞ്ചാബിൽ തീവ്രവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ മാജിക്ക് ഞാൻ അവതരിപ്പിച്ചു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ JCസിൻ്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ റാലി നടത്തിയപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് ഒരേ ഒരു JC മെമ്പറെ തിരഞ്ഞെടുത്ത് ഞാനായിരുന്നു. അത് കാരണം മറ്റൊന്നുമല്ല, ആ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരം വിദ്യകൾ അവതരിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുക, അതിന് തിയറി യുണൈറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുന്ന മാജിക്ക് തന്നെ, ഉദാഹരണത്തിന് ഒരു റിബൺ എടുത്തു, നടുക്ക് മുറിച്ചു, 2 കഷ്ണമായി, അത് യോജിപ്പിക്കുന്ന ഒരു മാജിക്കാണ്. അതിനെ നമ്മൾ ചെയ്തത് നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ കളറിലുള്ളതായ ഒരു റിബണാക്കി. എന്നിട്ട് ഇന്ത്യയാണിത്, ഇന്ത്യയെ മുറിക്കുകയാണെന്ന് പറഞ്ഞ് മുറിക്കും. തീവ്രവാദികൾ ഇന്ത്യയെ മുറിക്കുന്നു, ഇല്ലെങ്കിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയെ മുറിച്ചെടുക്കുന്നു. അങ്ങനെ മുറിച്ചു കഴിഞ്ഞു, വീണ്ടും യോജിപ്പിച്ച് നമ്മൾ പറയുന്നു ഇന്ത്യയെ മുറിക്കാൻ ഇനി ലോകത്തിലെ ഒരു ശക്തിക്ക് സാധ്യമാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും യുണൈറ്റഡ് ആവണത്. അതെ, പഴയ രൂപത്തിൽ തന്നെയാണ്. അങ്ങനെ ആ മാജിക്കിനെ നമ്മൾ ഇതിനു വേണ്ടി അങ്ങോട്ടൊന്ന് രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ്. ആകർഷിക്കാൻ കഴിയും. പാട്ടാണെങ്കിൽ പാട്ടിനോട് താല്പര്യമുള്ളവർ മാത്രമേ. ഡാൻസ് ആണ് എങ്ങനെയായിരിക്കാം, പക്ഷെ മാജിക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വ്യത്യാസമില്ല. ഇത് നമ്മൾ പറയില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, റിലീജിയൻ, സെക്സ്, ഏതൊരാൾക്കും ക്യൂരിയോസിറ്റിയാണ്. അടുത്ത് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാ സംഭവിക്കുക, എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. അതെ അതെ. എവിടെയൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പിന്നെ കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലും. അതെ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇപ്പം പുതിയ ശിഷ്യന്മാർ ഇത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് പിന്നെ കരളായി എന്നൊരു കുട്ടി വരാൻ, ആ കുട്ടി 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞ ആ കുട്ടിയോട്, നീ മുതുകാട് എൻ്റെ അടുത്ത് വരുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, നീ അതുപോലെ വരുന്ന അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തണം കേട്ടോന്ന്. അപ്പോൾ കുട്ടി എല്ലാ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം വരും. ഇപ്പോൾ ഞാനത് അതിന് പറ്റിയൊരു കേന്ദ്രം തന്നെയാണിത്. എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഷോ ഒഴിവാക്കി എൻ്റെ മകനാണ്. ഇപ്പോൾ എൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു 2018. ആ സമയത്ത് എൻ്റെ മാജിക് തൊപ്പിയും മടിയും ഞാൻ മകന് കൈമാറി. ഞാനിപ്പോൾ പ്രൊഫഷണൽ ഷോ നടത്തുന്നില്ല, എൻ്റെ മകൻ ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ അമേരിക്കയിലാണ്, രാക്കിൻ മലയത്ത്. ഇവിടെ ഇല്ല, ഇവിടെ അല്ല, അവൻ അമേരിക്കയിലാണ്. ഇപ്പോൾ സ്ഥിരം പെർഫോമൻസ് അവിടെ തന്നെയാണ്. ദിവസം വൈകിട്ട് 3 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം. പ്രൊഫഷണൽ മെജീഷ്യൻ, എംപ്ലോയ്ഡ് ആസ് എ മെജീഷ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു ഹിപ്നോസിസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ A.T. കോവൂരിൽ നിന്നാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 പ്രാവശ്യം ഓൾ ഇന്ത്യ ക്യാമ്പയിൻ ടൂറിൽ പങ്കെടുത്തിട്ടുണ്ട്, കോവൂർ സാറിൻ്റെ കൂടെ. അപ്പോൾ ഹിപ്നോസിസിൻ്റെ വശങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടും ഈ പ്യുവർ സയൻസ് ആണ്. അത് ഇല്ല. പല മേമ്പൊടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, പക്ഷെ കോവൂരിൽ കിട്ടുമ്പോൾ അത് പ്യുവറാണ്. ശരിക്കും അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതാൻ അദ്ദേഹം സയൻസിനെ, ഹിപ്നോസിസിനെ ഉപയോഗിച്ചു. ഹിപ്നോട്ടിസ് ചെയ്ത ആളെ കൊണ്ട് സ്വർഗ്ഗം കാണിക്കുക, നരകം കാണിക്കുക, ജവാന്മാരാക്കുക, ആത്മാവിനെ കാണിക്കുക, ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തുവരെ നമ്മൾ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വിശദീകരിക്കും ഇതെങ്ങനെ സാധിക്കുന്നു, ഇത് തന്നെയാണ് ദൈവം കണ്ടു, അശരീരി കേട്ടു എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൾട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാജിക്കും ഹിപ്നോസിസും ഒക്കെ ഉപയോഗിച്ച് പുകവലി നിർമ്മാർജ്ജനം, പുകവലിക്കെതിരെ, അതുകൂടാതെ ലഹരിക്കെതിരെ എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വരുന്ന ഈ കൗൺസിലിംഗ് സെൻറ്ററിൽ വരുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ വളരെ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ളവരാണ്. ഫോൺ അഡിക്ഷൻ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കാൻ ഉപബോധ മനസ്സിനെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു, ഉപബോധ മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ സാധിക്കുന്നു. ആ ബേസിക് തിയറി അതാണ്. ഇപ്പോൾ അതെ, ഹിപ്നോതെറാപ്പി ഫ്രോയിഡിയൻ തിയറി തന്നെയാണ്. ഇതും കുറേയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ബേസ് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക, സെറ്റാക്കുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകത്തെ പരിചയപ്പെടുത്തുക, സെറ്റാക്കുക. ഇത് ഭയങ്കര, അത് കേവലം ഒരു പ്രൊഫഷണൽ മജീഷ്യൻ്റെ, ദാറ്റ് മീൻസ് സ്റ്റേജ് മജീഷ്യൻ്റെ ചിന്താഗതിക്ക് അപ്പുറം ഇപ്പം താങ്കൾ സഞ്ചരിക്കുന്നുണ്ട്. അത് കാരണം എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ രീതിയിലാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ.
അപ്പോൾ അത് കോവൂരിൽ നിന്ന് കിട്ടിയാൽ കോവൂർ എന്നെ ആകെ മാറ്റിമറിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ 2 മാസം നീണ്ടു നിൽക്കുന്ന 2 അഖിലേന്ത്യാ പര്യടനങ്ങളിലാണ് ഞാൻ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലെക്ചർ പ്രോഗ്രാമും എനിക്ക് ബൈഹാർട്ടാണ്. അദ്ദേഹമാണ് എന്നെ ശരിക്കും ഒരു ഹിപ്നോട്ടിസ്റ്റ് ആക്കി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇന്ത്യയിൽ തന്നെ മാജിക്കും ഹിപ്നോസിസും ഒരേപോലെ വേദിയിൽ അവതരിപ്പിക്കുന്ന പെർഫോമർ ഞാനോ അല്ലെങ്കിൽ 1-2 പേരേ ഉള്ളൂ. ചാർക്കോട്ടിൽ തുടങ്ങിയതാണ് ഈ ഹിപ്നോസിസ്. അതെ അതെ. പക്ഷെ അവർക്ക് അദ്ദേഹത്തിന് മാജിക് അറിയില്ലായിരുന്നു. അതെ അതെ. ചാർക്കോട്ടിന് ഒരിക്കലും മാജിക് അറിയില്ല. പക്ഷെ അത് മനസ്സിന് മാത്രമേ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടും ഇടപെടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ചെറിയ കുട്ടികൾ വന്നാൽ 10-12 വയസ്സോ കുട്ടികൾ വന്നാൽ അവർ ചിലപ്പോൾ അവരുടെ മനസ്സ് നമുക്ക് തരില്ല, കോപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ തമാശകൾ കാണിക്കും. അപ്പോൾ അവർ വഴങ്ങും. അങ്ങനെ അവർ നമ്മളുടെ റാപ്പോ ക്രിയേഷന് വളരെ സൗകര്യമാണ് ഈ മാജിക്ക്. അത് തീർച്ചയായും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അവരുടെ ഇതിനെ നമ്മൾ ആദ്യം വരുതി കൊണ്ടുവന്നിട്ട് അതെ. അങ്ങനെ ഒരു ഉദാഹരണം, നമ്മളിവിടെ അടുത്ത് കാരാടിൽ നിന്ന് ഒരു 12-13 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൊടുന്നു. ആ 12 വയസ്സുള്ള ആൺകുട്ടി എടുത്തിട്ടാണ് അമ്മ കോണി കയറി വരുന്നത്. ആ കുട്ടി ഒരു 2-3 മാസമായിട്ട് നടക്കുന്നില്ല, നടക്കാൻ വയ്യ ആ കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ കാരണം ഡോക്ടർമാരൊക്കെ കൊണ്ടിട്ട് ആർക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമുക്കിവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, അമ്മക്കുട്ടി എന്ന് പറയും. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് നോക്കാറുള്ളത്. അപ്പോൾ ഈ കുട്ടിയെ നോക്കിക്കഴിഞ്ഞിട്ട് സൈക്കോളജിക്കലായിട്ട് ഒരു തകരാറും കാണുന്നില്ല, ആ കുട്ടി നടക്കില്ല എത്രയായാലും. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് അകത്തും സംസാരിക്കും. ഞാൻ ആ കുട്ടിയുടെ സഹോദരി ഇവിടെ വിളിച്ചിരുത്തി. ഇവിടെ വെച്ച് ഞാൻ 2 തമാശകൾ മാജിക് കാണിച്ചു കൊടുത്ത് എന്തിനു പറയുന്നു, അവരെ ഞാൻ നടക്കുന്ന ഒരു പരുവത്തിലേക്കാക്കി. ഇവിടുന്ന് ഓടിയിട്ടാണ് പിന്നെ അവർ അകത്തേക്ക് പോയതും. ആ എടുത്ത് കയറി വന്ന കുട്ടി ഓടിയിട്ടാണ് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയതും. അവിടെ ഞാൻ അത്ഭുതം ചെയ്തിട്ടില്ല കേട്ടോ. പവർ ഓഫ് സബ് കോൺഷ്യസ് മാത്രമല്ല, കുട്ടികളെ ഞാൻ മാജിക്കിൽ ലയിപ്പിച്ചു. എന്നിട്ട് ഞാൻ അവിടേക്ക് ഒരു മിഠായി എറിഞ്ഞു കൊടുത്തു. നിങ്ങളിത് ആരാണ് ആദ്യം എടുക്കുക നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി അവിടെ, ഈ കുട്ടി ഇവിടെ നിൽക്കും, 2 പേരും. അപ്പോൾ എന്താ, അവർക്ക് നടക്കാൻ വയ്യ എന്നുള്ള ചിന്ത വിട്ടു. മിഠായി എടുക്കാനും വേണ്ടി ഓട്ടമാണ്. പിന്നെ കുറേ കൂടി അകലേക്ക് അങ്ങനെ ഓടിക്കഴിഞ്ഞു. ഉണർത്തി അത്രേ ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പുതിയ കാലത്തിന് ആവശ്യമായ തീർച്ചയായിട്ടും അത് തന്നെയാണ്. മൊബൈൽ അഡിക്ഷൻ, ലഹരി, പിന്നെ കമ്മ്യൂണലിസം, ഇങ്ങനെ വളരെ സാമൂഹ്യ വിരുദ്ധമായ, മാനവിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യുവതലമുറയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ താങ്കൾ നടത്തുന്ന ഈ ശ്രമങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന മജീഷ്യനാണ് മലയജ് സാർ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൈക്കോ തെറാപ്പി ഭാവി തലമുറയ്ക്ക്, ലോകത്തിന് അതിലേറെ ഗുണകരമായി തീരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളോടൊപ്പം നിമിഷങ്ങൾ പങ്കുവച്ച അദ്ദേഹത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ്. താങ്ക് യു സർ. താങ്ക് യു.